أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അതിഥികളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സന്തോഷകരമായ പ്രഭാതത്തിലാണ് ഈ മഹത്തായ സദസ്സിൽ നമ്മൾ സംഘടിച്ചിട്ടുള്ളത്. ഓരോ വർഷവും പിന്നിടുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യവും രാജ്യ സ്നേഹത്തിൻ്റെ അഭിമാനകരമായ ബോധവും ഓരോ പൗരനിലും വളർന്നു വരുന്നുണ്ട്. അതിൻ്റെ അടയാളമാണ് കാലങ്ങൾ പിന്നിടുമ്പോഴും നമ്മുടെ പൂർവസൂരികൾ നേടിയെടുത്ത് നമുക്ക് സമ്മാനിച്ചു തന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഉദ്ഘോഷിക്കുകയും അത് ഓർമ്മിക്കുകയും അതിൽ അഭിമാനപൂർവം പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഈ രാജ്യത്തെ നിർമ്മിച്ചെടുത്ത പൂർവഗാമികളുടെ പ്രയത്നവും അവരുടെ പ്രവർത്തനവും ഇവിടെ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടിത്തന്ന പാതയും നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ്. നമുക്ക് ഈ രാജ്യത്തിൻ്റെ പൗരനായതിൽ അഭിമാനമുണ്ട്. കാരണം ലോകത്തുള്ള മറ്റ് ഏത് രാജ്യങ്ങളെക്കാളും സ്വാതന്ത്ര്യവും ബഹുസ്വരതയും മാനുഷികമായ എല്ലാവിധ പരിഗണനയും നൽകപ്പെടുന്ന ഒരു മഹത്തായ സംവിധാനമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന. ഈ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും മനോഹരമായി ഉയർന്നു നിൽക്കുന്നുണ്ട് എന്ന് നാം എല്ലാവരും പഠിച്ചതാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ആരംഭിക്കുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യൻ ജനത എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ്. ഈ രാജ്യത്തെ ഏതെങ്കിലും വ്യക്തികൾക്കോ മതങ്ങൾക്കോ ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങൾക്കോ പ്രത്യേകമായ സ്ഥാനമോ പരിഗണനയോ ഇല്ല. മറിച്ച് എല്ലാവരും ഒരേപോലെ. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമ്മുടെ മുൻഗാമികൾ നിർമ്മിച്ചെടുത്ത രാഷ്ട്രശില്പികളായ നേതാക്കൾ ഇവിടെ സ്ഥാപിച്ചെടുത്ത ആശയം അതാണ്. ബഹുസ്വരമായ ഒരു സമൂഹം. ഇവിടെ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യൻ വിശ്വാസികളുണ്ട്, സിഖുകാരുണ്ട്, ജൈന മതക്കാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്. എല്ലാ മതങ്ങളെയും ഒരേപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഏത് മനുഷ്യനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും നടപ്പിൽ വരുത്താനും പ്രചരിപ്പിക്കാനും ഉദ്ഘോഷിക്കാനും എല്ലാം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ എല്ലാ സ്വാതന്ത്ര്യവും ഈ രാജ്യം, നമ്മുടെ ഭരണഘടന വകവെച്ച് നൽകുന്നുണ്ട്. പക്ഷേ സമകാലിക സാഹചര്യം, നമ്മുടെ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ ഒരുപക്ഷെ ഈ ഭരണഘടനയുടെ സുന്ദരമായ വശങ്ങളെ തേച്ചുമാച്ചുകളയാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി രാജ്യത്തിന്റെ മനസ്സ് ബഹുസ്വരമാണ് എന്നതിലേക്ക് ഉദ്ഘോഷിക്കുന്ന കാര്യങ്ങൾ, ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതൊരു പ്രതീക്ഷയാണ്.
ഈ രാജ്യം നിലനിൽക്കും എന്നതിന്റെ, ഈ രാജ്യത്തിന്റെ അടിത്തറ ഇളകിപ്പോകാതെ നിലനിൽക്കുമെന്നതിന്റെ പ്രതീക്ഷാ നിർഭരമായ അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എക്കാലവും മതേതരത്വവും ജനാധിപത്യവും ഉയർത്തിപ്പിടിച്ച നമ്മുടെ രാജ്യത്തിന് അത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാനുള്ള മനസ്സ് ഉണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും ആ ജനാധിപത്യ ബോധത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വർഗീയതയും മതവിദ്വേഷവും പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നത് നമ്മുടെ രാജ്യത്തിന് അനുഗുണമായ കാര്യമല്ല. നമ്മുടെ രാജ്യം അങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലല്ല വളർന്നു വന്നിട്ടുള്ളത്. കാരണം എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മണ്ണ്, നാനാത്വത്തിൽ ഏകത്വം, ഏകത്വം എന്ന് വിരൽ ചൂണ്ടുമ്പോൾ എല്ലാവരുടെയും ആശയങ്ങൾ, എല്ലാവരുടെയും ആദർശങ്ങൾ അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടുന്നതോടൊപ്പം ഈ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയ്ക്ക് മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ഒരു മണ്ണാണ് നമ്മുടെ രാജ്യത്തിന്റെ മണ്ണ്. അതുകൊണ്ട് തന്നെ കാലം എത്ര പിന്നിട്ടാലും വർഗീയതയ്ക്ക് ഇവിടെ സ്ഥാനമില്ല, മതവിദ്വേഷത്തിന് സ്ഥാനമില്ല. ഈ രാജ്യത്ത് അധികാര സ്ഥിരാ കേന്ദ്രങ്ങളിൽ എന്നും ഇരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ജനങ്ങളുടെ വികാരം ഇളക്കി വിട്ടുകൊണ്ട് അത് വോട്ട് ബാങ്കാക്കി അധികാരം സ്ഥിരപ്പെടുത്താനുള്ള പരിശ്രമങ്ങളിൽ ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ മുന്നേറുമ്പോൾ പോലും ജനങ്ങളുടെ മനസ്സ് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം, ഓരോ സ്വാതന്ത്ര്യദിന പുലരിയിലും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകപ്പെടുന്ന വേളയിലും നാം ഉയർത്തിപ്പിടിക്കേണ്ട ആശയം, നമ്മുടെ ഭരണഘടന നിലനിർത്താൻ, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ ബോധം നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നാം എല്ലാവരും ഭാഗവാക്കാകുക. ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യദിന ആഘോഷവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിനമാണെങ്കിൽ പോലും നമ്മുടെ ഇന്നത്തെ പ്രഭാതം, നമ്മുടെ ഇന്നത്തെ ദിവസം, നമ്മുടെ പ്രിയപ്പെട്ട സഹജീവികൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വയനാട് ദുരന്തത്തിൽപ്പെട്ട് ജീവനറ്റുപോയ നൂറുകണക്കിന് ആളുകളുണ്ട്. അവരുടെ അനുശോചനവും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കൂടിയാണ് ഇന്നത്തെ ഈ സദസ്സ്. ആ മനുഷ്യ മക്കൾ ഒരു രാത്രി കടന്നുറങ്ങുമ്പോൾ നേരം പുലർന്നാൽ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഒരു നാട്, 2-3 വാർഡുകൾ മുഴുവനായും മണ്ണിനടിയിലായി. എത്രയോ ആളുകളുടെ മൃതദേഹങ്ങൾ ലഭിച്ചു, എത്രയോ ആളുകളുടെ ജീവനറ്റ ശരീരങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണുള്ളത്. അങ്ങനെയുള്ള ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ നാം പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ ചിന്തകളും സംവാദങ്ങളും നടത്തി നമ്മുടെ വിദ്യാർത്ഥികളെ അതിലേക്ക് കൂടുതൽ പ്രചോദിപ്പിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശ പരിപാടിയിൽ മാത്രം നമ്മുടെ ഈ പദ്ധതികൾ ചുരുക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നാം ക്ഷണിച്ചപ്പോൾ പല അതിഥികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും ഇവിടെ എത്തിച്ചേരാനുമുണ്ട്. എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ്.